കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ED കേസ് അത് ED അന്വേഷിച്ച് വരികയാണ്. ഇപ്പം CPM ഇപ്പോൾ ഉന്നയിച്ചൊരു കാര്യമാണ്, BJPയും EDയും കൂടെ ഒന്നിച്ചു നിന്ന് ഇവരെ CPMനെ തകർക്കാൻ നോക്കുകയാണെന്ന്. പിണറായി വിജയന്റെ വീട്ടിൽ ED അന്വേഷിച്ചപ്പോഴും അവർ പറഞ്ഞു പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ കരുവന്നൂർ കേസ് നടന്നപ്പോഴും അവർ പറയുന്നു EDയും BJPയുടെ ചേർത്ത് തകർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവർക്കെതിരെ വരുന്നതെല്ലാം പാർട്ടിയെ തകർക്കാനുള്ള ശ്രമങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ 300 കോടി രൂപ 300 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതിൽ ഈ CPM പാർട്ടി, അതായത് കേരളത്തിലെ CPM പാർട്ടി അടക്കമാണ് ഇപ്പോൾ ED സമർപ്പിച്ച റിപ്പോർട്ടിലെ പ്രതിപട്ടികയിലുള്ളത്. ഇപ്പോൾ മുൻ ജില്ലാ സെക്രട്ടറിമാരായ AC മൊയ്തീൻ, M വർഗീസ്, കൂടാതെ K രാധാകൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ ലോക്സഭ MP ആണ്. അപ്പോൾ ഈ 3 പേരുൾപ്പെടെ 28 പേരാണ് ഈ CPM എന്നുള്ള കേരളത്തിലെ പാർട്ടി അടക്കം പ്രതിപട്ടികയിൽപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ അവർ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് BJPക്ക് വേണ്ടി EDയെ മുൻനിർത്തി ഈ കേരളത്തിലെ CPMനെ വേട്ടയാടുന്നു. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ EDയെ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ടയാടലുകൾ നടത്തുന്നുണ്ട്. അതുപോലെയാണ് കേരളത്തിലും ഇത് ആവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കരുവന്നൂരിലെ തട്ടിപ്പില്ല എന്ന് ഇവർ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ തന്നെ സമ്മതിക്കുകയാണ്. ആ ഒരു കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതിൽ പ്രതികളായിട്ടുള്ള ഈ 3 ജില്ലാ സെക്രട്ടറിമാരും അല്ലെങ്കിൽ ഈ CPM പാർട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവർ വകമാറ്റി ചിലവഴിച്ച അല്ലെങ്കിൽ അടിച്ചു മാറ്റിയ തുക ഉപയോഗിച്ച് ഇവർ പാർട്ടി ബിൽഡിംഗ് അല്ലെങ്കിൽ പാർട്ടി കെട്ടിടം വരെ അല്ലെങ്കിൽ പാർട്ടിയുടെ പല കാര്യത്തിനായി ഇവർ ഈ തുക വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു CPM എന്ന പാർട്ടി ഈ EDയുടെ അന്വേഷണത്തിൽ വരികയും അല്ലെങ്കിൽ അവരുടെ പരിധിയിൽ വരികയും ഈ കേസിൽ പ്രതിപട്ടികയിൽ വരികയും ചെയ്യും. അത് സ്വാഭാവികം മാത്രമാണ്. ഇപ്പോൾ CPM പ്രസ്താവനയിൽ പറയുന്നത് തികച്ചും മുട്ടപ്പോക്ക് ന്യായമാണ്, അല്ലെങ്കിൽ അവരുടെ വെളുപ്പിക്കലാണ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇരവാദമാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ED റെയ്ഡ് വന്നത് എന്തിനാ? വീണ വിജയൻ എന്ന ഒരു വ്യക്തിക്കെതിരെയുള്ള മാസപ്പടി കേസിൽ റെയ്ഡിന് വേണ്ടി വന്നതാണ്. അത് CPM പാർട്ടി അത് ഏറ്റെടുക്കുകയായിരുന്നു. അത് ഈ ഒരു CPM പാർട്ടിയെ വേട്ടയാടുകയാണ്, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ BJPയും UDFും അല്ലെങ്കിൽ കൂടെ മുഖ്യമന്ത്രി VD സതീശനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്നുള്ള രീതിയിലാണ് അവർ അഭ്യൂഹങ്ങൾ പരത്തിയിരുന്നത്. അത് തന്നെയാണ് ഇവിടെയും ഈ ഒരു കരുവന്നൂർ ബാങ്ക് നിക്ഷേപ തട്ടിപ്പിലും ഇവർ തന്നെ ആവർത്തിക്കുന്നത്. ഈ ED ഉപയോഗിച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് CPMനെ മുട്ടുകുത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രസ്താവനയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പം കരുവന്നൂരിലെ കേസിൽ എത്ര പേരാണ് ആത്മഹത്യ ചെയ്തതും മരിച്ചതും ഒക്കെ ആയിട്ട് സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടിയായിരിക്കും. അവർക്ക് കാശിടുവാൻ ഒരു സംരംഭം പോലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ഒരു CPM ആണ് ഇത്തരം കള്ളങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് പാർട്ടി നേതാക്കൾക്ക് വേണ്ടി തന്നെ ഇവിടെ ബാങ്കിൽ ഒരു രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി ചിലപ്പോൾ ഇനി അന്വേഷണം വരുമ്പോൾ ചിലപ്പോൾ 300 കോടിയോ മുകളിൽ വരാൻ സാധ്യത ഉണ്ടായിരിക്കില്ലേ? 300 കോടിക്ക് മേളിൽ വരാനേ സാധ്യതയുള്ളൂ. അതായത് അത് മാത്രമല്ല, ഈ CPMന്റെ പ്രവർത്തന അല്ലെങ്കിൽ പിരിവ് ഫണ്ട് അല്ലെങ്കിൽ പ്രവർത്തന ഫണ്ട് കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു തുക മാറ്റി ചിലവഴിച്ചത്. അത് മാത്രമല്ല, ആ ഒരു പ്രവർത്തകരുടേതായിട്ടുള്ള പേഴ്സണൽ ചെലവുകൾ, അതായത് സ്വകാര്യ ചെലവുകൾക്കും വേണ്ടി ഇതിൽ നിന്നൊരു വിഹിതം മാറ്റിയിട്ടുണ്ട്. ഇതുവരെയും ആ ഒരു തുക അല്ലെങ്കിൽ ആ ഒരു 300 കോടിയിൽ എത്ര ED സീസ് ചെയ്തിരിക്കുന്ന ആ തുക ഈ പാവപ്പെട്ട നിക്ഷേപകർക്ക് തിരിച്ചു നൽകണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ഇവർ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഇതാണ്. അത് ഈ ഒരു CPM എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അവരുടെ ഉത്തരവാദിത്തമില്ലായ്മ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് ഇവർക്ക് ഇത്രയത്തെ പ്രതിബദ്ധതയുള്ളൂ എന്നുള്ള തെളിയിക്കുന്നതിൽ കുറച്ചുള്ള ഫാക്ടറുകളാണ്. ഇപ്പം ക്രൈംബ്രാഞ്ച് കരുവന്നൂർ 2019 തെളിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിനെ പോലീസ് പാർട്ടി ഏൽപ്പിച്ചിരുന്നു. BJP ED തമ്മിൽ ഒന്നിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ക്രൈംബ്രാഞ്ചും CPM ഒന്നിച്ച് നിന്ന് ഈ കേസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അല്ല, ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സഹകരണ വകുപ്പും പിന്നെ സംസ്ഥാന പോലീസും നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ വെളിയിൽ വന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച സമയത്ത് ഇത്രയേറെ സത്യങ്ങൾ വെളിയിൽ വന്നിരുന്നില്ല. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി AC മൊയ്തീന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുകയും പിന്നെ തുടർ നടപടികൾ അവിടെ മരവിക്കുകയും ചെയ്തതാണ്. അത്
കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ്. പിന്നെ വരുന്നത് ആ ഒരു കേസ് പതുക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അപ്പോഴാണ് ഈ 3 മുൻ ജില്ലാ സെക്രട്ടറിമാരും ഈ ഒരു പാർട്ടിയും അടങ്ങുന്ന 28 പേർ പ്രതിപട്ടികയിലാണെന്ന് കലൂരിലെ ആ ഒരു പ്രത്യേക കോടതി വിധി ഉണ്ടാകുന്നത്. ശരിക്കും പ്രഥമ ദൃഷ്ടിയാൽ ഇവർക്കെതിരെ കേസ് ഉണ്ട് എന്ന് ആ ഒരു വിധി വന്നതോടെ ഈ CPM ശരിക്കും പ്രതിരോധത്തിലാവുകയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ എങ്ങനെയും പിടിച്ചു നിൽക്കണം എന്ന ഒരു വിചാരത്തോടെ, അല്ലെങ്കിൽ ആ ഒരു ലാക്കോടെയാണ് ഇവർ BJP അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി വെച്ച് ഈ CPM-നെ വേട്ടയാടുന്നു എന്നുള്ള ഒരു പുകമറ സൃഷ്ടിക്കുന്നത്. അത് മാത്രമല്ല, ഈ സംസ്ഥാന പോലീസാണ് വെളിയിൽ കൊണ്ടുവന്നതെന്ന് പറയുന്നു. പക്ഷെ അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ? ഇല്ല. ഇപ്പൊ ഇവർ ഈ രാഷ്ട്രീയ പകപോക്കൽ, രാഷ്ട്രീയം ഇല്ലാതാക്കാൻ നോക്കുകയാണെന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് ഈ പാവപ്പെട്ടവരുടെ ഈ കാശ് തിരികെ നൽകാനോ അതിന് വേണ്ട നടപടി എടുക്കാനോ ഇവരൊരു കാര്യവും ചെയ്യുന്നില്ല. അപ്പം ഇവരതല്ലേ ആദ്യം നോക്കേണ്ടത്? ശരിക്കും ഒരു ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു ഇവർ അടിച്ചു മാറ്റിയ, അതായത് സാധാരണക്കാരൻ്റെ ഓരോ 5-10 രൂപയും ഓരോ ഭാവിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഓരോ തുകയും അല്ലെങ്കിൽ ഓരോ ചില്ലറ തൊട്ടുകളും തിരിച്ച് അവരിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണമായിരുന്നു. അതൊന്നും ഇതുവരെ ചെയ്തില്ല. അതെല്ലാം ആവശ്യത്തിന് അവരുടേതായിട്ടുള്ള കാര്യത്തിന് ഇങ്ങനെ പുട്ടടിച്ച് തീർക്കുകയായിരുന്നു. അപ്പം അതൊക്കെ അവർ ചെയ്തതിനെല്ലാം ഫലം ഇപ്പോൾ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഇനി ഈ ഒരു കേസ് നടത്താൻ വേണ്ടി ഇനി മറ്റൊരു തുക കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ ഇനി അവർ ഈ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ CPM ശരിക്കും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ അവരെ നിയമപരമായും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായും നേരിടും. എങ്ങനെയാണ് ഈ രാഷ്ട്രീയപരമായി നേരിടുന്നത്? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ED റെയ്ഡിൽ നടത്തിയ പോലുള്ള രാഷ്ട്രീയ ഇടപെടലായിരിക്കും മിക്കവാറും നടത്തുക. അതായത് അന്വേഷണത്തിന് വരുന്ന ED ഉദ്യോഗസ്ഥരെ വഴിയിൽ തടയുക, അല്ലെങ്കിൽ അവരെ മർദ്ദിക്കുക, അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുക, പിന്നെ വേട്ടയാടലുകളെല്ലാം ഇപ്പോഴെല്ലാം മുമ്പും കണ്ടിട്ടുണ്ട് എന്നുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയുള്ള രാഷ്ട്രീയ ഇടപെടലുകളായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിരോധമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അവർക്കത് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങാനോ അവർക്കെതിരെ സംസാരിക്കാനല്ല. പാർട്ടിക്കെതിരെ ആര് വരുന്നു അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അവർക്കെതിരെ നടക്കുക എന്ന് മാത്രം. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു, അതായത് തൃശ്ശൂർ ലോക്സഭ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നല്ലോ. പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ CPM-ൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് പോയത്, അല്ലെങ്കിൽ CPM-ന് വോട്ട് നഷ്ടമായത് ഈ ഒരു കരുവന്നൂർ എന്ന ഒരു തട്ടിപ്പ് മാത്രം, കരുവന്നൂർ തട്ടിപ്പ് മൂലമാണ്. അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പിലൂടെ ഈ ഒരു CPM എന്ന പാർട്ടിയെ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായി. ഇനി എത്രയേറെ വെളുപ്പിക്കാൻ നോക്കിയാലും, മുഖം മിനുക്കാൻ നോക്കിയാലും, അല്ലെങ്കിൽ ശൈലി മാറ്റാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും, ഇതുപോലെ ഒരു തട്ടിപ്പ്, അതായത് അവിടെ ആ ഒരു കരുവന്നൂർ തട്ടിപ്പിന് ശേഷം, അല്ലെങ്കിൽ അതിൽ ബാധിതരായ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ജീവൻ ഒടുക്കിയ ഒരുപാട് പേരുണ്ട്. അവരുടേതായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അവരുടെ എല്ലാം മനസ്സിൽ ഇവർ വെറും കള്ളന്മാർ മാത്രമാണ്. ആ കള്ളന്മാരുടെ പ്രസ്താവനകളോ അല്ലെങ്കിൽ ജൽപ്പനങ്ങളോ അല്ലെങ്കിൽ ആ ഒരു മുദ്രാവാക്യങ്ങളോ ഒന്നും ഇനിയുള്ള കേരളത്തിലെ ജനങ്ങൾ ചെവിക്കൊള്ളില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിയമസഭയിൽ വെറും പ്രതിപക്ഷമായി, തുച്ഛമായ സീറ്റുകളിൽ പ്രതിപക്ഷമായി നിലനിൽക്കുന്നത്. ഇതുപോലെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതുപോലെ ഒരു കരുവന്നൂർ തട്ടിപ്പിന്റെ ആ ഒരു അലയൊലി, അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് ഈ ഒരു തിരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് UDF-ന് അവിടെ കുറച്ചുകൂടി മേൽക്കൈ അവിടെ ഉണ്ടായത്. അതുമാത്രമല്ല, ചില ഇടങ്ങളിൽ പോലും ഈ CPM അല്ലെങ്കിൽ LDF എന്നുള്ളത് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട്. അത് ആ ഒരു സ്ഥാനത്തേക്ക് BJP ആണ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ഒരു സമയത്ത് CPM-ന് BJP ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു ഭരണ സമയത്ത്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കേസിൽ ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്ന രീതിയിലുള്ള പല ഡീലുകൾ ഉറപ്പിച്ചതിന്റെ ഭാഗമാണ് ആ ഒരു പാർലമെന്റിലെ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടായ വിജയം. ഇതിൽ എത്രയേറെ ഡീലുകൾ ഉണ്ടാക്കിയിട്ടും അവർക്ക് രക്ഷയുണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം.